സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള യൂട്യൂബ് ചാനലായ കേരള ഹിന്ദി അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഹിന്ദി അക്കാദമി തികച്ചും സൗജന്യമായാണ് ഈ സേവനം നിങ്ങൾക്ക് നൽകുന്നത്. 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ എല്ലാ പാഠഭാഗങ്ങളും, ചോദ്യോത്തരങ്ങൾ, ആക്ടിവിറ്റീസ് എന്നിങ്ങനെ പരീക്ഷയ്ക്ക് ഉതകുന്ന രീതിയിൽ കൃത്യമായി കവർ ചെയ്താണ് ഈ ചാനൽ നിങ്ങളെ പഠനത്തിന് സഹായിക്കുന്നത്. മാതാപിതാക്കളും കുട്ടികളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇന്ന് നമ്മൾ പഠിക്കുവാനായി പോകുന്നത് 10ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠമായ വീർ ബഹൂട്ടി എന്ന കഥയാണ്. ഹിന്ദിയിലെ പ്രശസ്തനായ കഥാകൃത്ത് പ്രഭാതാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. ഉത്തരേന്ത്യൻ ഗ്രാമത്തിൽ തൊട്ടടുത്ത വീടുകളിലായി താമസിക്കുന്ന 5ാം ക്ലാസ്സിൽ നിന്ന് 6ലേക്ക് കയറിയ 2 വിദ്യാർത്ഥികളുടെ കഥയാണ് ഇവിടെ പറയുന്നത്. ആ വിദ്യാർത്ഥികൾ ഒരേ സമയത്ത് ഒരുമിച്ച് സ്കൂളിൽ പോകുന്നവരാണ്. ഒരുമിച്ച് പാഠ്യേതര പ്രവർത്തനങ്ങൾ നടത്തുന്നവരുമാണ്. സ്കൂളിലെ ക്ലാസ്സിൽ ഒരേ സമയം ഒരുമിച്ച് ഇരിക്കുന്നവരുമാണ്. ഇങ്ങനെ എല്ലാ വിധത്തിലും വിട്ടുപിരിയാനാവാത്ത ഒരു നല്ല സൗഹൃദം പുലർത്തുന്ന 2 കുട്ടികളാണ് ഇവർ. 5ാം ക്ലാസ് വരെയുള്ളൂ അവരുടെ സ്കൂള് ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗ്രാമത്തിൽ. 6ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്നതിന് വേണ്ടി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. കുട്ടികളുടെ പേര് ബേല എന്നും സാഹിൽ എന്നുമാണ്. ഈ കുട്ടികൾ, ബേല അവളുടെ അച്ഛന്റെ തീരുമാനപ്രകാരം നഗരത്തിലെ ഗേൾസ് ഹൈസ്കൂളിൽ പഠിക്കാൻ പോകുന്നു. സാഹില് അവന്റെ അച്ഛൻ നിർദ്ദേശിച്ചതനുസരിച്ച് അജ്മീർ എന്ന് പറയുന്ന നഗരത്തിലെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുവാനായി പോകുന്നു. ഈ 2 കുട്ടികളും അവസാന ദിവസം 5ാം ക്ലാസ്സിലെ തങ്ങളുടെ റിസൾട്ട് കാർഡുമായി നിറകണ്ണുകളോടെ വിട പറയുന്നിടത്താണ് ഈ പാഠം അവസാനിക്കുന്നത്. നമുക്ക് ഈ പാഠമൊന്ന് ക്ലാസ്സിൽ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക നിങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ പാഠം ഞാൻ വായിച്ചു തരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. പാഠം നന്നായിട്ട് നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പാഠഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. പുസ്തകം കയ്യിലില്ലാത്ത കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇവിടെ പ്രൊജക്ട് ചെയ്ത് നിങ്ങളെ ഇത് കാണിക്കുന്നത്. നോക്കിക്കോളൂ. കഥയുടെ പേര് ബീർ ബഹൂട്ടി. കഥാകൃത്ത് പ്രഭാതാണ്. ആദ്യത്തെ പാരഗ്രാഫ് ഞാൻ വായിച്ച് അർത്ഥം പറയുകയാണ്. ശ്രദ്ധയോടെ കേൾക്കൂ. ബാദൽ ബഹുത് ബർസ് ലിയേ थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बजरा उगा था. बजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध खुली हुई थी. ആദ്യത്തെ പാരഗ്രാഫ് നിങ്ങൾ വായിച്ചു കേട്ടല്ലോ. അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാം. ഈ കഥ നടക്കുന്നത് മഴക്കാലത്തിന് ശേഷം ആ ഒരു സമയമാണ്. പറഞ്ഞു വയ്ക്കുന്നു, ബാദൽ ബഹുത്ത് ബർസ് ലിയേ थे, വളരെയധികം മഴ പെയ്തിരുന്നു. फिर भी बहुत सारा पानी उनमें बचा हुआ था, എങ്കിലും ഇനിയും മേഘങ്ങളിൽ കുറെ അധികം വെള്ളം കൂടി അവശേഷിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനിയും മഴക്കാലം തീർന്നിട്ടില്ല. മഴമേഘങ്ങൾ വേ എന്ന് ഉദ്ദേശിക്കുന്ന അതാണ്. വേ ഖേത്തോം ജംഗലോങ്കെ ഊപ്പർ ഛായേ ഹുവേ थे. മഴമേഘങ്ങള് വയലുകളുടെയും കാടുകളുടെയും മുകളിൽ വ്യാപിച്ചു കിടക്കുകയാണ്. സാര ആകാശ് മേഘോം സേ ഭരത. ആകാശം മുഴുവനും മേഘങ്ങൾ നിറഞ്ഞിരിക്കുന്നു. മേഘോങ്കി ഛായാവോ മേ
ഗീലി ഹവായെ ഇധർ ഉധർ ഘൂം രഹി ഥി. മേഘത്തിൽ നിന്ന് തണുപ്പ് ഏറ്റെടുത്ത് ഒരു തണുത്ത കാറ്റായി എല്ലായിടത്തും മന്ദമാരുതൻ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പേടോങ്കെ തന്നെ അഭിഭി ഗീലേഥെ. മരങ്ങളെല്ലാം ഇപ്പോഴും നനഞ്ഞാണ് നിൽക്കുന്നത്. മൂങ്ഫലിയോങ്കെ ഹരേ ഖേത്തോമെ പീലേ ഫൂൽ അഭിഭി ഗീലേഥെ. മൂങ്ഫലി നിലക്കടലയാണ്. നിലക്കടലയുടെ ഹരേ ഖേത്ത് പച്ചപ്പ് നിറഞ്ഞ പാടങ്ങൾ. അവിടെ പീലേ ഫൂൽ മഞ്ഞ നിറമുള്ള പൂക്കൾ ഉണ്ടായി നിൽപ്പുണ്ട്. അവയും ഇപ്പോഴും നനഞ്ഞാണിരിക്കുന്നത്. ഖേത്തോമേ ഛോട്ട ഛോട്ട ബാജറ ഉഗാഥ. വയലുകളില് ചോളത്തിന്റെ ചെറിയ ചെറിയ ചെടികള് മുളച്ചു നിൽപ്പുണ്ട്. ബജറയ്ക്ക് ലെമ്പെ പതലെ പാത്തോമേ പാനിക്ക് ബൂന്തയും അട്ക്കി ഹുയിത്തി. ഈ ചെടികളുടെ പ്രത്യേകത അതിന്റെ ഇലകൾ ലെമ്പെ പതലെ പാത്തോ, മെലിഞ്ഞു നീണ്ട ഇലകൾ, അവയുടെ തുമ്പത്ത് ഇപ്പോഴും വെള്ളത്തുള്ളികൾ കനം തൂങ്ങി നിൽപ്പുണ്ട്, പറ്റിപ്പിടിച്ച് ഇരിപ്പുണ്ട്. ബാരിഷ് കി ഹവാമേ ഗീലെ ഖേത്തോം ഓർ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ് ഖുലി ഹുയി. മഴക്കാലത്ത് പുതുമണ്ണിന്റെ ഗന്ധം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയാറുണ്ട്, പുതുമണ്ണിന്റെ ഗന്ധമെന്ന്. അതേ രീതിയിൽ നനഞ്ഞു കിടക്കുന്ന ഈ വയലുകളിൽ നിന്ന് പുതുമണ്ണിന്റെയും പച്ചപ്പിന്റേതുമായ ഗന്ധം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി ബേലയും സാഹിലും അവരുടെ മഴക്കാലത്തെ ഒരു ദിവസം എങ്ങനെയാണ് ആരംഭിച്ചത് എന്നാണ് പറയാൻ പോകുന്നത്. നോക്കാം. उन्हें बीर बहुटियों से मिलना होता था, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सड़े इन खेतों में बीर बहुटियां खोजा करते थे. सुर्ख मुलायम गदबदी बीर बहुटियां धरती पर चलती फिरती घून की प्यारी प्यारी बूंदे. उनके बस्ते उनकी पीठ पर लदे होते थे, कंधों पर ढंगे होते थे. वे एक दूसरे के बहुत नजदीक रहकर, बल्कि कहना चाहिए बिल्कुल सटकर, बीर बहुटियां खोजते थे. उन्हें देखने के लिए वे बारिश की गंध भरी भूरी जमीन पर बैठ जाया करते थे. അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോളൂ. ഉനേം ബീർ ബഹൂട്ടിയോം സെ മിൽന ഹോതാ ഥാ. അവർക്ക് ബീർ ബഹൂട്ടികളെ കാണണമായിരുന്നു. ബീർ ബഹൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ സാധാരണ കാണുന്നില്ലാത്ത ഒരു ചെറിയ ജീവിയാണ്. വയൽവരമ്പുകളിലൊക്കെ ഉത്തരേന്ത്യയിൽ സാധാരണയായിട്ട് ഇത് കാണുന്നുണ്ട്. റെഡ് വെൽവെറ്റ് മൈറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ ജീവിയുടെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ ഇനി വരുന്നു, നമുക്ക് നോക്കാം. അപ്പോൾ ബീർ ബഹൂട്ടികളെ കാണാനായി അവർ എന്ത് ചെയ്തു? സോ വേ സ്കൂൾ കേലിയെ ഘർ സെ കുച്ച് സമയ പെഹലെ നികലാത്തെ ഥെ. അതുകൊണ്ട് അവര് സ്കൂളിലേക്ക് ഘർസെ വീട്ടിൽ നിന്ന് കുച്ച് സമയ പെഹലെ നികലാത്തെ ഥെ, കുറച്ചു സമയം നേരത്തെ ഇറങ്ങി. കസ്ബേ സെ സട ഇൻ ഖേത്തോമേ ബീർ ബഹൂട്ടിയാ ഖോജാ കർത്തെ ഥെ. ഗ്രാമത്തിനടുത്തുള്ള ഈ വയലുകളിലാണ് അവർ ബീർ ബഹൂട്ടിയാ ഖോജാ കർത്തെ ഥെ, ബീർ ബഹൂട്ടികളെ തിരയാറുള്ളത്. ഖൂൻ ജൈസ സുർഖ് ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാൽ രംഗാണ്, ചുവപ്പ് നിറം. സുർഖ് മുലായമാണ്, നല്ല സോഫ്റ്റ് ആണ്. ഗദ്ബതി പതുപതുപ്പുള്ളതുമാണ്. ബീർ ബഹൂട്ടികൾ ഒരു നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി വെൽവറ്റ് തുണി നമ്മൾ എങ്ങനെയാണോ തൊടുന്നത് അതുപോലെ. ഇനി അവയെ കാണുമ്പോൾ എങ്ങനെയിരിക്കുന്നു? ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻകി പ്യാരി പ്യാരി ബൂന്തേ. ധർത്തി പർ ചൽത്തി ഫിർത്തി, ഭൂമിയിലൂടെ ഉരുണ്ട് കളിക്കുന്ന രക്തത്തിന്റെ തുള്ളികൾ പോലെ. അതാണ് അവയുടെ ആ ചുവപ്പ് നിറമാണ് അവിടെ സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഉൻകെ ബസ്തെ ഉൻകെ പീഠ് പർ ലതേ ഹോത്തേ ഹെ. ഉൻകെ ബസ്തെ, കുട്ടികളുടെ ബസ്ത, ബായികാണ്. അത് അവരുടെ തോളിൽ തൂങ്ങിക്കിടപ്പുണ്ട്. എങ്ങനെയാണ്? കന്ധോംബർ ഡങ്കെ ഹോത്തേ ഥെ, തോളിലൂടെയാണ് അത് കിടക്കുന്നത്, പുറത്ത് തോളിലൂടെയാണ് അത് കിടക്കുന്നത്. വേ ഏക് ദൂസരേക്ക് ബഹുത്ത് നസ്ദീക് രഹുകർ, ബൽക്കി കഹന ചാഹിയെ ബിൽക്കുൽ സടുക്കർ ബീർ ബഹൂട്ടിയാം കോജത്തെ ഥെ. കുട്ടികള് എന്ത് ചെയ്തു?
വേ ഏക് ദൂസരേക്ക് ബഹുത്ത് നസ്ദീക് രഹ്കർ. ഒരാളോട് അടുത്തയാള് വളരെ അടുത്ത്, ബൽക്കി കഹന ചാഹിയെ, പറയാൻ കഥാകൃത്ത് ആഗ്രഹിക്കുകയാണ്. എങ്ങനെ? ബിൽക്കുൽ സഡ്കർ, ഒട്ടിച്ചേർന്ന്. ബീർ ബഹൂട്ടിയാ ഖോജത്തെ, ബീർ ബഹൂട്ടികളെ തെരഞ്ഞു. ഉനേം ദേഖനെ കെ ലിയെ വേ ബാരിഷ് കി ഗന്ധ് ഭരി ഭൂരി സെമീൻ പർ ബൈഠ് ജായാ കർത്തെ थे. അവയെ കാണുന്നതിന് വേണ്ടി അവർ ബാരിഷ് കി ഗന്ധ് ഭരി, മഴയുടെ മണമുള്ള അല്ലെങ്കിൽ മഴയത്ത് നനഞ്ഞു കിടക്കുന്ന ആ മണ്ണിൽ ബൈഠ് ജായാ കർത്തെ थे, പടിഞ്ഞിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അവര് ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ഡിയാന എന്ന് പറയുന്ന ഒരു ചെറിയ ജീവിയുണ്ട്, അതിനെ പിടിക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഇരിക്കാറുണ്ടായിരിക്കാം. അതേ രീതിയിലാണ് ഇവിടെ ബേലയും സാഹിലും ഇരിക്കുന്നത്. സാഹിലും ബേലയും ബീർബഹൂട്ടിയെ തിരയുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. അവരുടെ സമീപത്ത് കൂടി കടന്നു പോവുകയും ബേലയുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യുന്ന ജീവിയാണ് ബീർബഹൂട്ടി. അതിന്റെ ചിത്രങ്ങൾ വീഡിയോയായിട്ടും ചിത്രമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, ബേലയോട് സാഹില് ചില കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ബാത്ചീത്ത് അല്ലെങ്കിൽ വാർത്താലാപ് എന്ന്. രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണത്തെയാണ് ബാത്ചീത്ത് എന്നും വാർത്താലാപ് എന്നും പറയുന്നത്. 10ാം ക്ലാസ്സുകാരെ അത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കേണ്ടതില്ല, എങ്കിലും ഒരിക്കൽ കൂടി പറഞ്ഞു എന്ന് മാത്രം. സാഹിലാണ് സംഭാഷണം തുടങ്ങി വയ്ക്കുന്നത്. നോക്കൂ, ബേല, देखो इस बीर बहूटी का रंग तुम्हारे रिबन के जैसा लाल है. ബേലെ, ദേ നോക്കിക്കേ, ഈ ബീർ ബഹൂട്ടിയുടെ രംഗ് നിറം തുമാരെ റിബൺ കെ ജൈസ ലാൽ ഹെ, നിന്റെ റിബൺ പോലെ ചുവപ്പാണല്ലോ. സാഹിലിനെ കഹ, സാഹിൽ പറഞ്ഞു. വീണ്ടും സാഹിൽ തന്നെയാണ് പറയുന്നത്. തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേലെ? ബേലയുടെ ഉത്തരം എങ്ങനെയാണ്? ഹാ സുന, കേട്ടു കേട്ടു. പഹലി ഘണ്ടി ലഗ് ഗയി ഹേ, ഫസ്റ്റ് ബെൽ അടിച്ചിരിക്കുന്നു. സാഹിൽ പെട്ടെന്ന് ഒരു വിഷമത്തോടെ അല്ലെങ്കിൽ ഒരു പരിഭ്രമത്തോടെ ബേലയോട് പറയുക, ലേക്കിൻ മുझे പെൻമേം സ്യാഹി ഭി ഭർവാനി ഹേ ദൂക്കാൻ സെ, പക്ഷെ എനിക്ക് പേനയിൽ മഷി നിറയ്ക്കേണ്ടതുണ്ട്. സ്യാഹി മഷിയാണ്, ഭർവാന നിറയ്ക്കുക. സ്യാഹി ഭി ഭർവാനി ഹേ, മഷി നിറയ്ക്കേണ്ടതുണ്ട്. കഹാം സെ, എവിടെ നിന്ന്? ദൂക്കാൻ സെ, കടയിൽ നിന്നാണ്. ഒരു നല്ല കഥാകൃത്ത് താൻ ഒരു കഥ എഴുതുമ്പോൾ എന്നെങ്കിലും അതൊരു സിനിമയായെങ്കിൽ എന്ന ഒരു ധാരണയോടെ ആയിരിക്കും ചിലപ്പോൾ എഴുതുക. ഇവിടെ പ്രഭാത് ഈ കഥ എഴുതിയപ്പോൾ ഇത് എന്നെങ്കിലും ഒരു സിനിമയാക്കിയെങ്കിൽ അതിന് സഹായകമായ രീതിയിൽ ആ ഗ്രാമത്തിന്റെ അവസ്ഥ ഒന്ന് ചിത്രീകരിക്കാൻ വേണ്ടി 1981 കാലഘട്ടത്തിലെ രാജസ്ഥാനിലെ ഒരു ഗ്രാമം അതെങ്ങനെയായിരിക്കും എന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് അടുത്ത പാരഗ്രാഫിൽ നമ്മൾ കാണാൻ പോകുന്നത്. ശ്രദ്ധയോടെ കേട്ടോളൂ. 1981 का साल, 1981 വർഷം. राजस्थान में जयपुर के नजदीक सवारी गाड़ियों और माल गाड़ियों से सदा भरा फुलेरा जंक्शन. രാജസ്ഥാനിലെ പ്രമുഖ നഗരമായ ജയ്പൂരിന് നസ്ദീക്ക് സമീപമുള്ള ഒരു ഗ്രാമത്തിന്റെ പ്രത്യേകത സവാരി ഗാഡിയ, യാത്രാ വണ്ടികൾ, അതോടൊപ്പം തന്നെ മാൽ ഗാഡിയ, ചരക്കു വണ്ടികൾ, ഇവയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജംഗ്ഷൻ, ഫുലേര എന്ന ജംഗ്ഷനാണ്. കസ്ബേക്ക് ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയ. പക്ഷേ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ ചെറിയ പട്ടണം കസ്ബ, ചെറിയ പട്ടണത്തിലെ തെരുവുകളൊക്കെ സൂനി തങ്ക് എന്ന് പറയുന്നു. ദരിദ്രമാണ്, ദരിദ്രമായ തെരുവുകളാണ് ഗലിയ. ഗലിയോമേം ഖാമോഷ് ഖഡേ ബിജലി കെ ഖംഭേ. തെരുവുകളിൽ നിശബ്ദമായി നിൽക്കുന്ന വൈദ്യുത പോസ്റ്റുകൾ, ബിജലി കെ ഖംഭേ, വൈദ്യുത പോസ്റ്റുകൾ. ഖംഭോങ്കെ ബീച്ച് ഖിംജി താരോങ്കി കതാര്. ഇവിടെ വൈദ്യുതി പോസ്റ്റുകൾ സാധാരണ കാണുന്ന വൈദ്യുതി ലൈനുകൾ വലിക്കപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി പറയുന്നു. അത് അദ്ദേഹം ഒരു പരിഹാസ രൂപേണയാണെന്ന് തോന്നുന്നു അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഇപ്പോഴും വൈദ്യുതി എത്താത്ത പല സ്ഥലങ്ങളുമുണ്ട്. ഇവിടെ
ഭാഗ്യവശാൽ പോസ്റ്റ് നാട്ടിയിട്ട് അവർ പോവുകയല്ല ചെയ്തിരിക്കുന്നത്, വൈദ്യുതി ലൈനുകൾ വലിച്ചിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻ ഗലിയോമേ ജഹാം തഹാം ദിഖായി പട്ടെ മീഠി ഖണ്ഡിയ ബജാത്തെ പേരിവാലെ. എന്താണ് ഈ ഗലികളിൽ, ഈ തെരുവുകളിൽ ജഹാം തഹാം ദിഖായി പട്ടെ, അവിടെയും ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ആരെ? മീഠി ഖണ്ഡിയാം ബജാത്തെ ഫേരിവാലെ, മധുരമായി മണിമുഴക്കി സാധനങ്ങൾ വിൽക്കാൻ നടക്കുന്ന ആളുകളെ. एक अंधेरी सी गली में 6-7 गद्दों की घुरों की टापों की आवाज. ഒരു ഗലിയിൽ, ഒരു തെരുവില് 6-7 ഗദ്ദ കഴുതകൾ, അവയുടെ ഖുറോങ്കി ടാപ്പോങ്കി ആവാസ്, കുളമ്പടി ശബ്ദം, അതും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഉൻകെ പീച്ചെ ചൽത്ത ഏക് ബദൻ അഖാഡെ കുംഹാർ, അവയുടെ പിറകെ നടന്നു പോകുന്ന അർദ്ധനഗ്നനായ ഒരു കുംഹാർ കുശവനാണ്. ഒരു കുശവൻ, മൺപാത്രം നിർമ്മിക്കുന്നവൻ. ഇസി ദൃശ്യക്ക് ബീച്ച് സെ ഗുസർത്തെ ഹുവേ ദോ സ്കൂളി ബച്ചെ ബേല ഓർ സാഹിൽ. ഈ ദൃശ്യങ്ങൾക്ക് ഇടയിലൂടെ കടന്നുവരുന്ന, ഗുസർത്തെ ഹുവേ കടന്നുവരുന്ന, ദോ സ്കൂളി ബച്ചെ 2 സ്കൂൾ കുട്ടികൾ, ബേല ഓർ സാഹിൽ. ഉൻ ദിനോം പെൻമേ 5 പൈസേ മേ നീലി സ്യാഹി ഭരി ജാതി ഥി. ആ കാലഘട്ടത്തിൽ പേനയിൽ 5 പൈസയ്ക്ക് നീല മഷി നിറച്ചു കിട്ടുമായിരുന്നു. സ്റ്റേഷനറിക്ക് ദൂക്കാൻ വാലെ ഡ്രോപ്പർ സെ പെൻമേൻ സ്യാഹി ഭർത്തേത്തെ. സ്റ്റേഷനറി കടക്കാരൻ ഡ്രോപ്പർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ പില്ലർ എന്നൊക്കെ പറയുന്ന ആ സാധനം ഉപയോഗിച്ച് പേനയിൽ മഷി നിറച്ച് കൊടുക്കുന്നു. ബേലയും സാഹിലും മഷി നിറയ്ക്കുന്നതിന് വേണ്ടി പോവുകയാണ്. പെൻമേ കുച്ച് സ്യാഹി ബജീഥി, പേനയിൽ ഒരൽപ്പം മഷി അവശേഷിക്കുന്നുണ്ട്. ഉസേ സാഹിലിനെ സെമീൻ പർ ചിടക് ദിയ, അത് സാഹില് മണ്ണിലേക്ക് കുടഞ്ഞു കളഞ്ഞു. നൈ സ്യാഹി ഭർവാനെ കേലിയെ ദോനോം ദൂക്കാൻ പർ പഹുഞ്ചെ. അതിനുശേഷം പുതിയ മഷി നിറയ്ക്കുന്നതിനു വേണ്ടി 2 പേരും കടയിൽ എത്തി. മഷി സാഹിൽ കുടഞ്ഞു കളയുന്നതിന് നമുക്കൊക്കെ ഉള്ള ഒരു മനോഭാവമാണ് പ്രകടമാകുന്നത്. 5 പൈസ കൊടുത്താൽ ഒരു പേന നിറയെ മഷി കിട്ടും. പക്ഷെ ഇവിടെ സാഹില് ആ കടക്കാരൻ ഒരല്പം ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്റെ പക്കലുള്ള ആ ഒരല്പം മഷി അവൻ അത് കുടഞ്ഞു കളഞ്ഞിട്ടാണ് കടയിലേക്ക് കയറി ചെല്ലുന്നത്. ഏക് പെൻ സ്യാഹി ഭർദോ, ഒരു പേന മഷി നിറയ്ക്കൂ. സാഹിൽ സെ പെഹലെ ഹി ബേലാനെ ദൂക്കാൻ വാലെ സെ കഹ. സാഹിലിന് മുൻപ് തന്നെ ബേല ദൂക്കാൻ വാല, കടക്കാരനോട് പറഞ്ഞു, ബേട്ട സ്യാഹി की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. ദൂക്കാൻ വാലയുടെ ഉത്തരം എന്താണ്? മക്കളെ, സ്യാഹി की बोतल, മഷിക്കുപ്പി, അഭി അഭി ഖാലി ഹോ ഗയി ഹെ, ദേ ഇപ്പോൾ അങ്ങ് തീർന്നേ ഉള്ളൂ, ശൂന്യമായതേ ഉള്ളൂ. വേറെ കുട്ടികളൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി കാണും. ഇവര് ബീർ ബഹൂട്ടികളെയും തേടി നടന്ന് പതിയാണ് എത്തുന്നത്. അപ്തോ കൽഹി മിൽപ്പായകി, ഇനിയിപ്പം നാളെയേ കിട്ടൂ. ബേല എല്ലായിടത്തും ഒരല്പം സ്മാർട്ടായി സാഹിലിനെ കവച്ചു വെച്ച് അവൾ പറയുകയാണ്, ലേക്കിൻ ഇസ്നെ തോ പെൻമേൻ ജോ സ്യാഹി ഥി ഉസേ ഭി സെമീൻ പർ ചിടക് ദിയ. ബേല ബോലി, പക്ഷേ ഇവനുണ്ടല്ലോ, പേനയില് ഒരല്പം മഷി അവശേഷിച്ചിരുന്നു, അതിനെ മണ്ണിൽ ഒഴിച്ചു കളഞ്ഞിട്ടാണ് വന്ന് നിൽക്കുന്നത്. ബേല ബോലി, ബേല പറഞ്ഞു. बादल को देखकर खड़े को नहीं ढुलाना चाहिए, दुकान वाले भैया ने कहा और पूछा, कौन सी में पढ़ते हो? മഴ വരുമ്പോൾ ആരെങ്കിലും പിന്നീട് കുടം ചുമന്നുകൊണ്ട് നിൽക്കുമോ? പഴഞ്ചൊല്ല് പോലെ ഉത്തരേന്ത്യയിൽ പ്രചരിക്കുന്ന ഒന്ന്. നമുക്ക് പറയാം, മഴ പെയ്യും എന്ന് തോന്നിയാൽ ആരെങ്കിലും പിന്നീട് കുടമെടുത്ത് വെള്ളം കോരാനായിട്ട് പോകുമോ എന്ന ഒരു അർത്ഥത്തിൽ നമ്മൾ അതിനെ എടുക്കുക. ദൂക്കാൻ വാലെ ഭയ്യാനെ കഹ, അയാള് അങ്ങനെ പറഞ്ഞു. ഓർ പൂച്ച, എന്നിട്ട് ചോദിച്ചു, കോൻ സീമേം പഠിത്തേ ഹോ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5വീം, 5ാം ക്ലാസ്സിൽ. സാഹിലിനെ ഐസെ ബുരേ മനസ്സെ ബതായ,
ജൈസെ പാഞ്ച്വി മേം പട്ന പാപ് ഹോ. സാഹില് വളരെ ബുദ്ധിമുട്ടി പറഞ്ഞു. എങ്ങനെയാണ് ആ ബുദ്ധിമുട്ടുണ്ടായത്? പാഞ്ച്വി മേം പട്ന പാപ് ഹോ. 5ാം ക്ലാസ്സിൽ പഠിക്കുക എന്നുള്ളത് വലിയ പാപമാണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ്. അവന് ഒരു മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് പറയാനായിരിക്കാം ആഗ്രഹിക്കുന്നത്. എങ്കിലും ബേല കൂടെ ഉള്ളത് കൊണ്ട് നുണ പറഞ്ഞാൽ അവൾ അതിനെ പൊട്ടിച്ചു കളയും. അതുകൊണ്ട് അവന് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് അയാളോട് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ദോനോ ദൂക്കാൻ വാലെ ഭയ്യാനെ കഹ. രണ്ടുപേരും കടക്കാരൻ അവരോട് ചോദിച്ചു. ഹാ ദോനോ और हम दोनों का सेक्शन भी एक ही है. ये बेला ने ऐसे खुश होकर बताया जैसे यह कोई बहुत बड़ी बात है. അതെ, രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും ഒരേ സെക്ഷനിലാണ് പഠിക്കുന്നതും. എ ഡിവിഷൻ. ബേലാനെ ഐസെ ഖുഷ് ഹോക്കർ ബതായ. ബേല സന്തോഷത്തോടെ പറഞ്ഞു. ജൈസെ യഹ് കോയി ബഹുത്ത് ബഡി ബാത് ഹെ. ഇതെന്തോ ഒരു വലിയ കാര്യമാണ് എന്ന മട്ടിൽ. ക്ലാസ്സിലെ കുട്ടികളുടെ പ്രവർത്തനത്തെ കുറിച്ച് ഇനി പറയുകയാണ്. ക്ലാസ്മേൻ ദോനോ പാസ് പാസ് ബൈഠത്തെ थे. ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കുന്നത്. കോപ്പി മേം കാം കർത്തേ ഹേ തോ ദോനോ കോപ്പി മേം കാം കർത്തേ थे. ബുക്കിൽ എഴുതുകയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ബുക്കിൽ എഴുതും. കിതാബ് പഠിത്തേ തോ ദോനോം കിതാബ് പഠിത്തേ. പുസ്തകം വായിക്കുകയാണെങ്കിലോ രണ്ടുപേരും പുസ്തകം വായിക്കും. ബൽക്കി പാഠ ബി ഏക്ക് പഠിത്തേ. പാഠഭാഗവും ഒന്നേ വായിക്കും. സാഹിൽ വായിക്കുന്നു. ചമക്കുഠി സൻ സതാവന്മേൻ വഹ തൽവാർ പുരാനി ഥി. ഇത് കേൾക്കുന്നത് ബേലയും എന്തു ചെയ്യും? പഠിത്തത്തോ ബേലഭി. ബേലയും വായിക്കും. ചമക്കുഠി സൻ സതാവന്മേൻ വഹ തൽവാർ പുരാനി ഥി പഠിത്തി ഥി. എന്താണ് സംഭവം? സാഹിൽ വായിക്കുന്നതില് തെറ്റാണേലും ശരിയാണേലും അത് തന്നെയേ ബേലയും വായിക്കൂ. സാഹിലിന്റെ രീതി വെച്ച് മിക്കവാറും വരുന്നതെല്ലാം തന്നെ തെറ്റുമായിരിക്കും. എങ്കിലും ബേലയ്ക്ക് അതൊരു വിഷയമല്ല. ബേല അത് തന്നെ വായിച്ചു വിടും. ബേല കേത്തി ബഹൻജി പാനി പീനെ ചലി ജാവൂ. ബേല ടീച്ചറിനോട് ചോദിക്കും, ടീച്ചറെ ഞാൻ വെള്ളം കുടിക്കാനായിട്ട് പൊയ്ക്കോട്ടെ. സാഹിൽ ബി കഹത്ത. സാഹിലും പറയും, ബഹൻജി പാനി പീനെ ചലാ ജാവും. വെള്ളം കുടിക്കാനായി പോയിക്കോട്ടെ. കഥയിലെ വില്ലൻ പരിവേഷമുള്ളയാള് കണക്ക് മാഷാണ്. അദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. ഗണിത കെ മാത് സാബ് സുരേന്ദ്ര ജി കാ പീരിയഡ് ഖേൽ ഖണ്ഡി കെ ബാദ് ആതാ ഥാ. കണക്ക് സാറായ സുരേന്ദ്രൻ സാറിന്റെ പീരിയഡ് ഖേൽ ഖണ്ഡി കെ ബാദ് ആതാ ഥാ. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള PT പീരിയഡ്, ഡ്രിൽ പീരിയഡ് അതിനുശേഷമാണ് വരുന്നത്. ബച്ചെ ഉൻസെ കാംപ്തെ थे. കുട്ടികൾ അദ്ദേഹത്തെ വളരെയധികം പേടിച്ചിരുന്നു. और खेल खंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. പേടിച്ച് വിറച്ചിരുന്നതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ബച്ചെ ഉൻസെ കാമ്പന. കാമ്പന പേടിച്ച് വിറയ്ക്കുക എന്നൊക്കെ അർത്ഥം വരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? വേ ഖേൽ ഖണ്ഡി ബന്ദ് ഹോനെ സെ 2 മിനിറ്റ് പഹലെ. അവർ ഡ്രിൽ പീരിയഡ് തീരുന്നതിന് 2 മിനിറ്റ് മുൻപ് തന്നെ തങ്ങളുടെ സ്ഥാനങ്ങളിലെത്തി ഇരിക്കുമായിരുന്നു. സാധാരണ ഡ്രിൽ പീരിയഡ് കഴിഞ്ഞ് 5-10 മിനിറ്റും കഴിഞ്ഞായിരിക്കാം കുട്ടികൾക്ക് കടന്നു വരാൻ ഇഷ്ടമുള്ളത്. എങ്കിലും സുരേന്ദ്രൻ സാറിനോടുള്ള പേടി മൂലം ഈ കുട്ടികൾ വളരെ വേഗത്തിൽ വന്ന് ക്ലാസ്സിൽ സ്ഥാനം പിടിക്കുമായിരുന്നു എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. സുരേന്ദ്രൻ മാഷിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വന്ന പാടെ ഹോംവർക്ക് പരിശോധിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. സുരേന്ദ്രജി മാത് സാബ് ഇസി പീരിയഡ് മേ കാപ്പി ജാം സേ थे. സുരേന്ദ്രൻ സാറ് കണക്ക് പീരിയഡ് നോട്ട്ബുക്ക് ഹോംവർക്കുകൾ പരിശോധിക്കുകയായിരുന്നു. सरासी गलती पर बच्चों को इधर उधर फेंक देते या छपट मारने लगते थे. ചെറിയ ഒരു തെറ്റിന് പോലും, സരാസി ഗലത്തി ചെറിയ തെറ്റ്, ആ തെറ്റിന് പോലും കുട്ടികളെ ബച്ചോങ്കോ കുട്ടികളെ
ഇധർ ഉധർ ഫേങ്ക് ദേത്തേ ഥേ, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുലയ്ക്കുമായിരുന്നു. അല്ലെങ്കിലോ ഛാപ്പട്ട് മാർനെ ലഗ്തേ ഥേ, തല്ലുകയോ പതിവായിരുന്നു. ഛാപ്പട്ട് മാർന തല്ലുക, നല്ല തല്ല് വെച്ചു കൊടുക്കും, കൈവച്ചു വരെ ആകാം. ഉൻക ഹാത്ത് ചലന ശുരു ഹോത്താ തോ റുക്കന ഭൂൽ ജാതാ ഥാ. അദ്ദേഹം അടിക്കാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുന്നത്? ഹാത്ത് ചലന ശുരു ഹോത്താ തോ, അടിക്കാൻ തുടങ്ങിയാൽ റുക്കന ഭൂൽ ജാതാ ഥാ, നിർത്താൻ മറന്നു പോകുമായിരുന്നു. അത്രയ്ക്ക് ശക്തിയായാണ് ഇദ്ദേഹം അത് ചെയ്തത്. ഒരു ദിവസം സുരേന്ദ്ര മാറ്റ് സാബ് ബേലെ വല്ലാണ്ട് ഉപദ്രവിച്ച ഭാഗമാണ് ഇനി വരുന്നത്, നോക്കിക്കോളൂ. एक दिन സുരേന്ദ്ര ജി മാറ്റ് സാബിനെ ബേല കെ ബാലോ മേ ഭഞ്ച ഫസായ. ഒരു ദിവസം സുരേന്ദ്രൻ സാറ് ബേലയുടെ മുടികളിൽ പിടുത്തമിട്ടു. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. പക്ഷേ തെറ്റാണ് എന്ന് കരുതി അവളുടെ മുടിയിൽ പിടിച്ച് എറിയേണ്ട രീതിയിൽ അദ്ദേഹം ശക്തമായിട്ട് കയറി പിടിച്ചു. എങ്കിലും ആ ഒരു തെറ്റ് ഒരിക്കലും അവളുടെ ഭാഗത്ത് വന്ന ഹോംവർക്കിലുണ്ടായതോ കണക്ക് ചെയ്തതിലോ ഉണ്ടായ തെറ്റായിരുന്നില്ല. എങ്കിലും അദ്ദേഹം തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അവളുടെ മുടിയിൽ പിടിച്ച് ഒരുപക്ഷെ വട്ടം കറക്കി എറിയാൻ തുടങ്ങി. അങ്ങനെ ഒരു അവസ്ഥ ബേലയ്ക്ക് ഉണ്ടാവുകയാണ്. ഉനോനെ ബേലക്ക് ചോട് ദിയ. പക്ഷേ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ബേലയെ വെറുതെ വിട്ടു. ബേല കെ ഭയഭീത് ചെഹരേക്കോ ദേഖുകർ സാഹിൽ ബുരി തരഹ് ഡർ ഗയാ ഥ. ബേലയുടെ ഭയം നിറഞ്ഞ ചെഹ്ര, മുഖം കണ്ടിട്ട് സാഹിൽ ബുരി തരഹ് ഡർ ഗയാ ഥ. സാഹില് വളരെ വിഷമിച്ചുപോയി, വളരെയധികം പേടിച്ചും പോയി. ഉസ്നെ ദേഖാ കി ബേല കെ പാവ് അഭി ഭി കാമ്പ് രഹേ ഹെ. അവൻ കണ്ടു ബേലയുടെ കാലമുട്ടുകൾ ഇപ്പോഴും, കാലടികൾ ഇപ്പോഴും വിറച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കാമ്പ് രഹന, വിറയ്ക്കുക. ജൈസേ വഹ് ഖടേ ഖടേ അഭി ഗിർ ജായേഗി. അവന് തോന്നുകയാണ് അവൾ ഇപ്പോൾ ഒരുപക്ഷെ അവിടെ നിന്ന് വീണു പോയേക്കാം, നിൽക്കുന്നിടത്ത് നിന്ന് വീണു പോയേക്കാം എന്ന് അവന് തോന്നി. സുരേന്ദ്രജി മാറ്റ് സാബിനെ കോപ്പി കോ ഉസ്കെ ബൈഠ്നെ കി ജഗഹ് വർ ഫേങ്ക്തേ ഹുവേ കഹാ. സുരേന്ദ്രൻ മാറ്റ് സാബ് എന്തു ചെയ്തു? അവളുടെ ആ ബുക്ക് അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഫേങ്ക്തേ ഹുവേ, എറിഞ്ഞിട്ട് പറഞ്ഞു, ബൈഠ് അപ്നി ജഗഹ് പർ, നിന്റെ സ്ഥാനത്ത് ഇരിക്ക്. ബേലയെ സംബന്ധിച്ച് വലിയ വിഷമം ഉളവാക്കിയ ഒരു സംഭവമാണിത്. ബേല കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ. ബേലയുടെ മനസ്സ് വളരെയധികം മുറിപ്പെട്ടു. അവൾ ചിന്തിച്ചത് എങ്ങനെയാണ്? മാറ്റ് സാബ് ചാഹേ മുझे പീഡ് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹി. സുരേന്ദ്രൻ മാസ്റ്റർക്ക് എന്നെ പീഡ് ലേത്തെ, എന്ത് ചെയ്യാം, എന്നെ ശിക്ഷിക്കാം, പക്ഷേ മഗർ സാഹിൽ കെ സാമനെ നഹി, സാഹിലിന്റെ മുൻപിൽ വെച്ചാകരുതായിരുന്നു. അതാണ് അവളുടെ മുറിപ്പെടലിന്റെ കാരണം. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी क्योंकि वह जानती थी कि वह साहिल की नजर में बहुत अच्छी है. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी. അവൾക്ക് സാഹിലിന്റെ മുൻപിൽ നിൽക്കുന്നതിന് എന്ത് തോന്നി? ഷർമിദ മഹസൂസ് കർ രഹി ഥി, ലജ്ജ തോന്നി. സാഹിലിന്റെ മുൻപിൽ നാണം കെട്ടതുപോലെ അവൾക്ക് തോന്നുകയാണ്. എന്താ കാര്യം എന്നാണ് അടുത്ത കഴിഞ്ഞ് പറയുന്നത്. ക്യോങ്കി വഹ് ജാൻതി ഥി കി വഹ് സാഹിൽ കി നസർ മേ ബഹുത് അച്ചി ഹെ. എന്താ അവൾക്കറിയാമായിരുന്നു? അവൾ സാഹിലിന്റെ മുൻപിൽ, സാഹിലിന്റെ കണ്ണിൽ നസർ ബഹുത് അച്ചി ഹെ, വളരെ നല്ലവളാണ് എന്ന്, നല്ല കുട്ടിയാണ് എന്ന് അവൾക്കറിയാമായിരുന്നു. ജബു വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി. അവള് അവന്റെ അടുക്കൽ വന്ന് ഇരുന്നപ്പോൾ ഉസുസെ നസർ നഹി മില പായി, അവനെ നോക്കാൻ പോലും അവൾ വിഷമിച്ചു. അവൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാനേ കഴിഞ്ഞില്ല. ദീപാവലിയുടെ അവധി കഴിഞ്ഞ് സ്കൂളിലെത്തുന്നു കുട്ടികൾ. ആ അവസരത്തിൽ
ബേലയ്ക്ക് പറ്റിയ ഒരു പരിക്കിനെ കുറിച്ചും സാഹിലിന് അവളോടുള്ള കരുതലിനെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നോക്കിക്കോളൂ. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफेद पट्टी बंधी थी. ദീപാവലി അവധിക്ക് ശേഷം സ്കൂൾ തുറന്നപ്പോൾ ബേലാക്കെ സിർപ്പർ ബേലയുടെ തലയിൽ സഫേദ് പട്ടി ബന്ദി ഥി വെള്ള കെട്ട് ഉണ്ടായിരുന്നു, ഒരു തലക്കെട്ട് പോലെ. കോയി ഉസെ ഹോയ് ഹേയ് ഹോയ് സഫേദ് പട്ടി എന്ന് വിളിച്ചു. ചില കുട്ടികൾ അവളെ ഹോയ് ഹോയ് വെള്ള തലക്കെട്ടുകാരി എന്ന് വിളിച്ചു. തോ കോയി സുൽത്താന ടാക്കു, ചിലര് വിളിച്ചത് എന്താണ്? സുൽത്താന ഡാക്കു, കൊള്ള തലവി എന്ന് അവരെ വിളിച്ചു. തോ കോയി കുച്ച് ഓർ കഹ്കർ ചിടാ രഹാ താ, ഇങ്ങനെ എല്ലാവരും അവളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിടാ രഹാ താ, ദേഷ്യം പിടിപ്പിക്കുവാൻ തുടങ്ങി. ये क्या हो गया बेला? साहिल ने परेशान होते हुए पूछा. ഇതെന്ത് പറ്റി ബേലെ? സാഹില് വളരെ വിഷമത്തോടെ, പരേശാൻ ഹോത്തെ ഹുവെ, വളരെ വിഷമത്തോടെ അവളോട് ചോദിച്ചു. ബേല വളരെ കൂളായിട്ട് പറഞ്ഞു, ഛത്സേ ഗിർ ഗയി, മേൽക്കൂരയിൽ നിന്നൊന്ന് വീണു. ബേലാനെ ഹസ്തേ ഹുവെ കഹ, ബേല ഹസ്തേ ഹുവെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓർ കഹ, എന്നിട്ട് അവനോട് വീണ്ടും പറയുക, ബഹുത്ത് ദിൻ ഹോഗെ, ഒത്തിരി ദിവസമായില്ലേ, ആജ് ഖേൽ ഖണ്ഡി മേം ഗാന്ധി ചൗക്ക് മേ ലങ്കടി ടാങ്ക് ഖേലെങ്കെ, ഇന്ന് നമുക്ക് ഡ്രിൽ പീരിയഡ് ഗാന്ധി ചൗക്കിൽ പോയി ഗാന്ധി സ്ക്വയറിൽ ചെന്ന് ലങ്കടി ടാങ്ക് ഖേലെങ്കെ, ഒറ്റക്കാലിൽ ചാട്ടം അല്ല ഞൊണ്ടിക്കളി എന്നൊക്കെ പറയാറുണ്ട്, ആ കളി നമുക്കിന്ന് കളിക്കണം. സാഹിലിന്റെ ഉത്തരവാദിത്വ ബോധം അവിടെ ഉണരുകയാണ്. നഹി ഖേലെങ്കെ, ഇല്ലില്ല കളിക്കുന്നേ ഇല്ല. തേരെ സിർമേ ഫിർസേ ലഗ് ജായേഗി തോ, നിന്റെ തലയ്ക്ക് ഇനിയും എന്തെങ്കിലും പരുക്ക് പറ്റിയാലോ, ഇതാണ് അവന്റെ പേടി. അല്ലെങ്കിൽ അവളുടെ തലയിൽ ഉണ്ടായ പരുക്ക് ഇനി പരുക്ക് താങ്ങുക എന്നൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ പരുക്കിന് സംഭവിക്കുമോ എന്ന ഒരു തോന്നലാണ് അവന്റെ മനസ്സിലുള്ളത്. ബേലയെക്കുറിച്ചുള്ള കരുതലാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നഹി ലഗേഗി, ബേലാനെ സിദ്ദുക്കി, ഇല്ല ഒന്നും പറ്റില്ല. ബേല വാശി പിടിച്ചു. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेलखंडी लंगड़ी टांग खेले. അവര് ഹമേഷ കി തരഹ്, എല്ലായ്പ്പോഴും എന്നതുപോലെ, സാരേ ബച്ചോം കെ സാത്ത്, എല്ലാ കുട്ടികളോടുമൊപ്പം, ഗാന്ധി ചൗക്ക് കി ബാലൂമേ, ഗാന്ധി സ്ക്വയറിലെ ആ മണലില്, പൂരി ഖേൽഖണ്ഡി ഡ്രിൽ പീരിയഡ് മുഴുവനായും ലങ്കടി ടാങ്ക് നൊങ്കിക്കളി കളിച്ചു. ഇൻ ബച്ചോങ്കോ അപ്നെ ചാരോം ഓർ ഖേൽത്തെ ദേഖ്കർ ഗാന്ധിജി की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. അന്നത്തെ ആ കുട്ടികളുടെ കളി, തനിക്ക് ചുറ്റുമുള്ള ഓടിക്കളി കണ്ടപ്പോൾ ഗാന്ധിജിക്ക് തോന്നിയ കാര്യം ഇങ്ങനെയായിരിക്കുമെന്ന് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു കഥാകൃത്ത്. എന്താ? ഇൻ ബച്ചോങ്കോ അപ്നെ ചാരോ മോർ ഖേൽത്തെ ദേഖ്കർ, ഈ കുട്ടികൾ തന്റെ ചുറ്റിനും ഓടിക്കളിക്കുന്നത് കണ്ട് ഗാന്ധിയുടെ പ്രതിമ, ഗാന്ധി പ്രതിമ, ഗാന്ധിക്ക് മൂർത്തി, മൂർത്തി പ്രതിമയാണ്, ഗാന്ധി പ്രതിമ ഐസി ദിഖായിപ്പെടുത്തി, ആ പ്രതിമ ഇങ്ങനെ തോന്നുകയാണ്. എന്ത്? ജൈസെ ഓർ സമയസെ കുച്ചധികം മുസ്കുരാ രഹേ ഹോ, കുറെ അധികം നേരം കൂടി ആ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നോർത്ത് അദ്ദേഹത്തിന് പുഞ്ചിരി, അദ്ദേഹം ഗാന്ധി പ്രതിമ എപ്പോഴും പുഞ്ചിരിച്ചാണ് നിൽക്കുന്നത്. ആ പുഞ്ചിരി ഒന്നുകൂടി പ്രകാശമുള്ള പുഞ്ചിരിയായി മാറി എന്ന് ഇവിടെ കഥാകൃത്ത് തന്റെ ഭാവനയിൽ എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. രവിവാർ കാ ദിൻ ഥ, ഞായറാഴ്ചയായിരുന്നു. സാഹിൽ അപ്പനെ ഘർ മേ നീം കെ പേട് കി ഡാലി പകടകർ ഝൂം രഹാ ഥ, അവധിയാണ്. സാഹില് സാധാരണ കുട്ടികളുടെ പോലെ തന്റെ വീട്ടിൽ, അപ്പനെ ഘർ മേ തന്റെ വീട്ടില്, നീം കെ പേട് കി ഡാലി പകടകർ ഝൂം രഹാ ഥ, വേപ്പ് മരത്തിന്റെ ചില്ലയിൽ പിടിച്ച് ഊഞ്ഞാലാടുകയായിരുന്നു. വഹേക്ക് സ്റ്റൂൾ പർ ചട്കർ ചൂൽത്താ ഥ, അവൻ എങ്ങനെയാണ്? ഒരു സ്റ്റൂളിൽ കയറി നിന്നാണ് അവൻ ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നത്.
अचानक टूटे स्टूल की एक कील സാഹിൽ की पिंडली में लग गई. പെട്ടെന്ന് ഒടിഞ്ഞ സ്റ്റൂളിന്റെ ഒരു ആണി, കീല് ആണിയാണ്, ഒരു ആണി സാഹിലിന്റെ പിണ്ടലിമേം, പിണ്ടലി എന്ന് പറയുന്ന മുട്ടിന് പിറകിലാണ്, മുട്ടിന് പിറകിൽ, കാൽമുട്ടിന് പിറകിൽ, ലഗൈ കൊണ്ടുകയറി. ഏകിഞ്ച് ഗഹര ഗഡ്ഢ ഹോഗയ, 1 ഇഞ്ച് ഗഹര ആഴമുള്ള മുറിവാണ് ഉണ്ടായത്. എന്ത് ചെയ്തു? ഉസെ സർക്കാരി अस्पताल में പട്ടി ബന്ധുവാനെ के लिए ले जाया गया. അവനെ സർക്കാർ ആശുപത്രിയിലേക്ക് ബാൻഡേജ് ഇടുന്നതിന്, പട്ടി ബന്ധുവാന കെട്ടുന്നതിന്, ബാൻഡേജ് ചെയ്യുന്നതിന്, അതിനുവേണ്ടി ले जाया गया, കൊണ്ടുപോയി. उसने देखा कि 2 लोगों को छोड़कर आगे बेला खड़ी है. അവിടെ ചെന്നപ്പോൾ ഇതാ അവൻ കാണുന്ന കാഴ്ച എന്താ? അവിടെ 2 ആളുകൾക്ക് മുൻപിലായി ബേല നിൽപ്പുണ്ട്. സിർമേം പട്ടി ബന്ധുവാനെ ആയി ഹെ, അവളുടെ തല ഡ്രസ് ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ വന്നിരിക്കുന്നത്. നേരത്തെ വീണതാണ്. സ്കൂൾ ആത്തെ ജാത്തെ ഹുവേ ഓർ കക്ഷാമേം കയി ദിനോം തക്ക്, സ്കൂളിലേക്ക് വരുന്ന സമയത്തും പോകുന്ന സമയത്തും ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഒക്കെ കൈ ദിനോം തക്, കുറെ ദിവസങ്ങളോളം, ദോ ഐസെ ബച്ചേ ദിഖായി ദേത്തെ, ഇങ്ങനെയുള്ള 2 കുട്ടികളെ കാണുമായിരുന്നു. जिनमें से एक के सिर पर पट्टी बंधी होती और एक की पिंडली में. സ്കൂളിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന സമയത്ത്, സ്കൂളിൽ ഇരിക്കുമ്പോഴൊക്കെ 2 കുട്ടികളെ ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. എങ്ങനെയാണ്? അവരിൽ ജിൻമേംസെ ഏക് കെ സിർപർ, അവരിൽ ഒരാളുടെ തലയില് പട്ടി ബന്ദി ഹോത്തി, തലയിൽ പട്ടി ബന്ദി ഹോത്തി, പട്ടി ബന്ധന ബാൻഡേജ് തലയിലിട്ടിരിക്കുന്നു. और एक की पिंडली में, അടുത്തയാളുടെ കാൽമുട്ടിലും ഒരു കെട്ട്. സഫേദ് പട്ടി വാലെ ഏ ദോനോ കഹീം പർ ഭീ സാത്ത് ഹി ദിക്കായി ദേത്തെ, വെള്ള ബാൻഡേജ് കെട്ടിയ ഈ 2 പേരും എല്ലായിടത്തും, കഹീം പർ എല്ലായിടത്തും, സാത്ത് ഹി ദിക്കായി ദേത്തെ ഒരുമിച്ചാണ് കാണപ്പെടുന്നത്. 5वीं कक्षा का റിസൾട്ട് ആ ഗയ, 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. ദോനോ ഛഠി മേ ആ ഗയെ, 2 പേരും 6ാം ക്ലാസ്സിലേക്ക് എത്തി. യഹ് സ്കൂൾ 5वीं तक ही था, ഈ സ്കൂൾ 5ാം ക്ലാസ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് അവരുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ്. വേർപിരിയലിന്റെ അവസരത്തിലേക്ക് അവർ കടന്നു വരികയാണ്. ആ സമയത്ത് അവർ ചോദിക്കുന്ന ചില കാര്യങ്ങൾ, അവരുടെ അവസാന കണ്ടുമുട്ടൽ, ഇതിലേക്കൊക്കെ നമ്മൾ കടക്കുകയാണ്. കഥയുടെ ക്ലൈമാക്സിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാഹിൽ അബ് തും കഹാം പഠോഗെ, ബേലാനെ പൂച്ച, സാഹിലെ നീ ഇനി എവിടെയാണ് പഠിക്കുക? ബേല ഉത്തരമല്ല കിട്ടിയത്, തിരിച്ചൊരു ചോദ്യമാണ് കിട്ടിയത്. ഓർ തും കഹാം പഠോഗി ബേല, സാഹിലിനെ പൂച്ച, നീ എവിടെ പഠിക്കും ബേലെ? സാഹിൽ ചോദിച്ചു. മേരെ പാപ്പ കഹി രഹേ थे कि मुझे രാജകീയ കന്യാ പാഠശാല മേ പഠായെങ്കെ. ഓർ തും, എന്റെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു എന്നെ രാജകീയ കന്യാ പാഠശാലാമേ, ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വിട്ട് പഠിപ്പിക്കും. ഇതാണ് എന്റെ അച്ഛൻ പറയുന്നത്. ഓർത്തും, നീയോ? മുझे അഗലെ സാൽ അജ്മീർ ഭേജ് ദേംഗെ, എന്നെ അടുത്ത വർഷം അജ്മീറിലേക്ക് വിടും. വഹാം ഏക് ഹോസ്റ്റൽ ഹെ, അവിടെ ഒരു ഹോസ്റ്റലുണ്ട്. ഘർ സെ ദൂർ വഹാം അകേലാ രഹൂംഗ, വീട്ടിൽ നിന്ന് അകന്ന് ഞാൻ അവിടെ അകേലാ രഹൂംഗ, തനിയെ കഴിയും. ക്യോം സാഹിൽ, എന്താ സാഹിലെ? പതാനഹി ക്യോം, എന്താണെന്ന് എനിക്കറിയില്ല. അവിടെ കൊണ്ടുപോയി വിടുന്നതിനെ കുറിച്ചാണ് ഈ കുട്ടികൾ പറയുന്നത്. അജ്മീറിലെ തനിയെ സാഹിലിനെ ഹോസ്റ്റലിൽ നിർത്തുന്നതിനെ കുറിച്ചാണ് സംഭാഷണം. തോ യാനി കി അബ് തും ഫുലേറെ മേം ഹി നഹി രഹോഗെ, ബേലയുടെ ചോദ്യമായിരുന്നു. തോ യാനി കി അബ് തും ഫുലേറ മേം ഹി നഹി രഹോഗെ, അപ്പോൾ നീ ഇനി ഫുലേറയിൽ കാണുകയേ ഇല്ല, ഇവിടെ താമസിക്കുകയേ ഇല്ല അല്ലേ? നഹി. തുമാര റിപ്പോർട്ട് കാർഡ് ദിഖാന, നിന്റെ റിപ്പോർട്ട് കാർഡ് ഒന്ന് കാണിച്ചേ. സാഹിൽ बेला का रिपोर्ट कार्ड देख रहा था और बेला साहिल का,
സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് വാങ്ങി നോക്കിയിരിക്കുന്നു. ഓർ ബേല സാഹിൽ ക ബേല സാഹിലിന്റെയും ആജ് ആഖിരി ബാർ വേ ഏക് ദൂസരെ കി കോയി ചീസ് കോ ഛൂക്കർ ദേഖ് രഹേ थे. ഇന്നൊരു പക്ഷെ അവരുടെ ജീവിതത്തിൽ ആഖിരി ബാരി അവസാനമായിരിക്കാം. വേ ഏക് ദൂസരെ കി കോയി ചീസ് അവർ ഒരാളുടെ എന്തെങ്കിലും ഒരു വസ്തു തൊട്ട് നോക്കി കാണുന്നത്. ഈ റിപ്പോർട്ട് കാർഡ് നോക്കുന്നതിലൂടെ കഥാകൃത്തിന് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം വേർപിരിയലിന്റെ സമയം അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. തുമാരി ആംഖോ മേം ആൻസു ക്യോം ആ രഹേ ഹേ ബേല. നിന്റെ കണ്ണിലൂടെ ആൻസു കണ്ണുനീർ എന്താ വരുന്നത് ബേലേ? മുझे क्या पता, എനിക്കറിയില്ല. ബേലാനെ ഡബ് ഡബായി ആംഖോം സെ ഹസ്തേ ഹുവേ കഹ. ബേല തുളുമ്പുന്ന കണ്ണുകളോടെ ഡബ് ഡബായി ആംഖോം തുളുമ്പുന്ന കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാഹിൽ की आंखें बीर बहूटी की तरह लाल होने लगी थी और उनमें बारिश की बूंदों सा पानी भर गया था. ബേലയുടെ കണ്ണ് എന്താണ് നിറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ച സാഹിലിന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ബേല കാണുന്ന കാഴ്ച എന്താണ്? സാഹിൽ की आंखें സാഹിലിന്റെ കണ്ണുകൾ ബീർ ബഹൂട്ടി की तरह ബീർ ബഹൂട്ടിയുടേതുപോലെ ലാൽ ഹോനെ ലഗി थी ചുവക്കാൻ തുടങ്ങിയിരിക്കുന്നു. और उनमें बारिश की बूंदों सा पानी भर गया था അവയിൽ മഴത്തുള്ളികൾ പോലെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. കണ്ണുനീർ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ബേല കഹനെ ലഗി ബേല പറയാൻ തുടങ്ങി. മേ ചിടാവും അബ് തുമേം ഞാൻ നിന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ പോവുകയാണ്. രോനി സൂരത്ത് സാഹിൽ രോനി സൂരത്ത് സാഹിൽ കരയുന്ന സുന്ദരനായ സാഹിലേ കരയുന്ന സുന്ദരനായ സാഹിലേ. ഇവരുടെ അവസാന കൂടിക്കാഴ്ചയിലെ നിമിഷങ്ങളാണ് ഇവ. ബാരിഷും ആനേമേം ഡേഡ് മഹീന ബാക്കി ഥ. മഴക്കാലത്തിന് ഇനിയും 1.5 മാസം ബാക്കിയുണ്ട്. ലേക്കിൻ വഹ് ബാരിഷ് സെ പെഹലെ കി ബാരിഷ് കാ ഏക് ദിൻ ഥ. പക്ഷേ അത് മഴക്കാലത്തിന് മുൻപുള്ള ഒരു മഴ ദിവസം ആയിരുന്നു. ആസ്മാൻ മേം ഖടായേം ഖിരി ഥി. ആകാശം മേഘാവൃതമായിരുന്നു. അല്ലെങ്കിൽ ആകാശത്ത് കാർമേഘങ്ങൾ ഖടായെ ഖിരി ഥി ചുറ്റിക്കറങ്ങിയിരുന്നു. ധൂൾ ഭരി തേസ് ഹവായേം ചൽ രഹി ഥി. ധൂൾ ഭരി പൊടിക്കാറ്റ് ധൂൾ ഭരി തേസ് ഹവായേം പൊടിക്കാറ്റ് ആഞ്ഞു വീശിക്കൊണ്ടിരുന്നു. പാനി ബർസ് രഹാ ഥ. അതോടൊപ്പം തന്നെ മഴയും ചെറുതായി പെയ്യുന്നുണ്ട്. ഫുലേര കസ്ബെ की बादल छाई एक गली में 5वीं से 6वीं में चली गई एक लड़की जा रही थी. ഫുലേര എന്ന ചെറു പട്ടണത്തില് മേഘാവൃതമായ ബാദൽ ഛായി മേഘാവൃതമായ ഒരു തെരുവിലൂടെ 5वीं से 6वीं में चली गई 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച ഏക് ലഡ്കി ജാ രഹി ഥി. ഒരു പെൺകുട്ടി നടന്നു പോവുകയായിരുന്നു. उसके भूरे बाल बीर बहूटियों के रिंग के लाल रिबन से बंधे थे. അവളുടെ ഭൂരെ ബാൽ ചെമ്പിച്ച മുടിയിഴകൾ ബീർ ബഹൂട്ടിയോങ്കെ രംഗ് കെ ബീർ ബഹൂട്ടിയുടെ നിറമായ ലാൽ റിബൺ സെ ബന്ധേ ഥേ ചുവപ്പ് നിറമുള്ള റിബൺ കൊണ്ട് കെട്ടിയിരുന്നു. दूसरी दिशा को जाती एक गली में 5वीं से 6वीं में गया एक 11 साल का लड़का जा रहा था. മറ്റൊരു ദിശയിലേക്ക് പോകുന്ന തെരുവിന്റെ പാതയിലൂടെ 5वीं से 6वीं में 5ാം ക്ലാസ്സിൽ നിന്ന് 6ലേക്ക് ജയിച്ച एक 11 साल का लड़का 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയും പോകുന്നുണ്ടായിരുന്നു. इसकी पिंडली में बीर बहूटी के रंग का सा 1 इंच लंबा चोट का निशान था. അവന്റെ കാൽമുട്ടിന് പുറകിലായി ബീർ ബഹൂട്ടിയുടെ നിറമുള്ള ചുവപ്പ് നിറം 1 ഇഞ്ച് ലംബ 1 ഇഞ്ച് ആഴമുള്ള
ഒരു ചെറിയ മുറിവടയാളവും ഉണ്ടായിരുന്നു. ബീർബഹൂട്ടി എന്ന മനോഹരമായ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കേരള ഹിന്ദി അക്കാദമി 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടി അവതരിപ്പിച്ച ഒന്നാമത്തെ ഹിന്ദി പാഠമായ ബീർബഹൂട്ടി എന്ന കഥ നിങ്ങൾ വളരെ ആസ്വദിച്ച് പഠിച്ചു എന്ന് കരുതുന്നു. ഇതോടൊപ്പം നിങ്ങൾക്ക് ആവശ്യമായ വർക്ക്ഷീറ്റുകൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാമഗ്രികളുമായി അടുത്ത ഒരു ക്ലാസ്സിൽ ഞാൻ വരുന്നതാണ്. നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അടുത്ത ക്ലാസ് എത്തുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ പല പ്രാവശ്യം ഈ പാഠം വായിച്ചും കേട്ടും മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ, മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവ ചെയ്യാൻ വളരെ എളുപ്പമുണ്ടാവും. ഒരിക്കൽ കൂടി ഓർമ്മിക്കുക, 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ കേരള സ്റ്റേറ്റ് സിലബസ് ഹിന്ദി പാഠങ്ങൾ തികച്ചും സൗജന്യമായി എല്ലാ കുട്ടികൾക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് കേരള ഹിന്ദി അക്കാദമി കേരള സ്റ്റേറ്റ് സിലബസ് എന്ന ഈ ഓൺലൈൻ ഹിന്ദി പഠനം ആരംഭിച്ചിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടും പറയുക ഈ ചാനലിനെ കുറിച്ച്. അതോടൊപ്പം തന്നെ അവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കുക. അത് ഞങ്ങൾക്ക് ഒരു പ്രോത്സാഹനമായി മാറുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.